വബിൽ വാലിദൈനി ഇഹ്സാന, വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു ഹക്കാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ തൗഹീദിനോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ എന്ന് പറയുന്നത്. അവരോട് നന്മ ചെയ്യുക എന്ന് പറയുന്നത് തൗഹീദിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ആയത്തിൻ്റെ അവസാനത്തിൽ ആയത്തിൻ്റെ ബാക്കി മാതാപിതാക്കളോട് എങ്ങനെയാണ് നമ്മൾ നന്മയിൽ വർത്തിക്കേണ്ടത് എന്നുള്ളത് പൂർണ്ണമായി പറഞ്ഞു തന്നിട്ടുള്ള ആയത്താണിത്. സൂറത്തുൽ ഇസ്രായിൽ വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 5 കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, വബിൽ വാലിദൈനി ഇഹ്സാന ബദ്ലുൽ മഅറൂഫ് എന്ന് പറയും. എന്തെല്ലാം നന്മകളായിട്ട് ദുനിയാവിലുണ്ടോ അത് സാധിക്കുന്ന അത്ര മാതാപിതാക്കൾ ചെയ്തു കൊടുക്കണം, നന്മകൾ ചെയ്യണം. ബദ്ലുൽ മഅറൂഫ് ഒന്നാമത്തെ അവരോടുള്ള ഹക്കാണത്. എങ്ങനെയാണ് അത് മാതാപിതാക്കൾക്ക് ഒരാൾ ഇഹ്സാൻ ചെയ്യുക, നന്മ ചെയ്യുക എന്ന് ചോദിച്ചാൽ ബദ്ലുൽ മഅറൂഫ്, നന്മകളൊക്കെ ചെയ്തു കൊടുക്കുക. വബിൽ വാലിദൈനി ഇഹ്സാൻ അല്ലാഹു തആല ഒന്നാമതായി പറഞ്ഞ കാര്യമാണത്. രണ്ടാമതായി പറയുന്നത് നോക്കൂ, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേർ അവരുടെ പ്രായാധിക്യത്തിൽ വയസ്സായ സമയത്ത് നിങ്ങളുടെ അടുക്കലേക്ക് അവർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഫല തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങൾ അവരോട് ഏറ്റവും നീരസം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ചെറിയ വാക്കാണ് അറബിയിൽ ഉഫ് എന്ന് പറയുക. നമ്മൾ മലയാളത്തിൽ ചേ എന്നൊക്കെ പറയും. നീരസം പ്രകടിപ്പിക്കുക, കാര്യം ഇഷ്ടമല്ല എന്ന് പ്രകടിപ്പിക്കാൻ ഇങ്ങനെ ആക്കുന്നത് ഉഫാണ്, ഏറ്റവും ചെറിയൊരു വാക്കാണ്. അത് ചെയ്യാൻ പാടില്ല. വല തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രായമായ മാതാപിതാക്കളുടെ വിഷയമാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പ്രായം എത്തുന്നതിന് മുമ്പ് അവരോട് എങ്ങനെ അല്ല, ഇത് പ്രായമാകുന്ന സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക, അല്ലേ? ആ സമയത്താണ് മാതാപിതാക്കളിൽ നിന്നും നമുക്ക് പല രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരെ ചിലപ്പോൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളെ ഭാഗത്തുനിന്ന് ചെറുതോ വലുതോ ആയ ഒരു ഉപദ്രവം അവർക്കുണ്ടാകാൻ പാടില്ല. അള്ളാഹു ചെറുതും പറഞ്ഞു വലുതും പറഞ്ഞു. ചെറുത് ഉഫ് എന്ന് പറയുന്നത് നിസ്സാരമായൊരു വാക്കാണത്. നമുക്ക് നമ്മുടെ മനസ്സിൽ നിസ്സാരമായി തോന്നും, അങ്ങനെ ചെയ്യരുത് എന്ന രൂപത്തിൽ അവരെ കൊച്ചാക്കുന്ന രൂപത്തിൽ സംസാരം. വലിയ കാര്യം അവരെ കയർത്ത് തന്നെ സംസാരിക്കുക. അവരിങ്ങോട്ട് പറഞ്ഞാൽ അതിനെ കവച്ചു വെച്ച് അതിനെതിരെ സംസാരിക്കുക. അല്ലാഹു തആല രണ്ടും എടുത്തു പറയുകയാണ്. രണ്ടും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മൂന്നാമതായി പറയുന്നു, വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ മാന്യമായ വാക്ക് പറയണം. പണ്ഡിതന്മാർ പറയുന്നു ഇദ്ഖാൽ സുറൂറാണിത്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാനാണ്, ബദ്ലുൽ മഅറൂഫാണ്. രണ്ടാമത്തേത് കെഫുൽ അദയാണ്, നിങ്ങൾ ഒന്നും മോശം അവരോട് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തേത് ഇദ്ഖാൽ സുറൂർ, അവരുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നല്ല സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ. അവർക്ക് വേണ്ടി ഇടയ്ക്ക് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നല്ല ഇത് തരട്ടെ, ബറക്കത്ത് തരട്ടെ, ആഫിയത്ത് തരട്ടെ, സിഹത്ത് തരട്ടെ, ആരോഗ്യം തരട്ടെ. ഇതൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കുക. അത് ആളുകൾ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അങ്ങനെ അവരോട് നല്ല നല്ല വാക്കുകൾ, മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന വാക്കുകൾ, അത് നമ്മൾ അവരോട് പറയണം എന്നുള്ളതാണ്. പിന്നീട് അല്ലാഹു തആല പറഞ്ഞു അടുത്ത ആയത്തിൽ, വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് രണ്ടുപേർക്കും വിരിച്ചു കൊടുക്കുക. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നിങ്ങൾ എന്നിട്ട് പ്രാർത്ഥിക്കുക അള്ളാഹിനോട്, റബ്ബി, എൻ്റെ റബ്ബേ, ഇർഹംഹുമാ, നീ അവർ രണ്ടുപേർക്കും കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണേ. ഖമാ റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ പോറ്റി വളർത്തിയതുപോലെ, സഗീറ, ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത്. ഒരുപാട് കാരുണ്യം കാണിച്ചിട്ടാണ് മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ വളർത്തുന്നത്. ചെറിയ പ്രായം മുതൽ അവർക്ക് വേണം വലിച്ചെറിഞ്ഞൂടെ, എന്തെങ്കിലും ഉപദ്രവിച്ചൂടെ, അങ്ങനെ ചെയ്യുന്നില്ല. വളരെ കാരുണ്യത്തോടു കൂടിയാണ് ഓരോ ഉപ്പയും ഉമ്മയും അവരുടെ കുട്ടികളെ പോറ്റി വളർത്തിയിട്ടുള്ളൂ. നമ്മൾ മാതാപിതാക്കൾ അങ്ങനെയാണ് പോറ്റി വളർത്തിയിട്ടുള്ളത്. അപ്പം അതേപോലെ റബ്ബേ, നീ അവർക്ക് കാരുണ്യം ചെയ്യണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തവാദു ലഹും, അവരോട് അങ്ങേയറ്റത്തെ വിനയം കാണിക്കണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മുൻഗാമികളായ ആളുകൾ അവർ ചിലപ്പോൾ ആളുകൾക്ക് വേണ്ടി ദർസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവരുടെ ഉമ്മ വിളിക്കും, അപ്പുറത്ത് വന്ന് കോഴിക്ക് എന്തോ തീറ്റ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്നിടത്ത് അവിടെ വെച്ചിട്ട് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ആ കോഴിക്കുള്ള തീറ്റ കൊടുത്തിട്ട് അവർ തിരിച്ചു വരുമെന്നാണ്. നമ്മളെന്തെങ്കിലും പറയാം, ഞാൻ കാര്യമായ ദീൻ്റെ ഒരു പരിപാടി പറയുമ്പോഴാണ് നിങ്ങളങ്ങനെ പറയുന്നത്, ആ രൂപത്തിലേക്ക് നമ്മൾ പെരുമാറുക. അങ്ങനെ പാടില്ല സഹോദരങ്ങൾ. അവർക്ക് കൃത്യമായി അവരോടുള്ള വിനയവും സ്നേഹവും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്,
വഇൻ ജാഹദക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം. അവർക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൽ, അതായത് എന്നെ പങ്കു ചേർക്കാൻ അവർ നിന്നെ നിർബന്ധിച്ചാൽ, അതിനേക്കാളൊരു തെറ്റ് മാതാപിതാക്കളെ നമ്മളോട് കൽപ്പിക്കാനില്ല. ഇതിൽ താടി ഓടിക്കാൻ പറയുന്ന മാതാപിതാക്കളുണ്ടാവും ഇവരില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുന്നവരുണ്ടാവും. അങ്ങനെ പലതും പറയുന്നുണ്ട്. ഏറ്റവും വലിയ തെറ്റ് ഷിർക്കാണ്. ആ ഷിർക്ക് അവർ ചെയ്യണം നിന്നോട് കൽപ്പിച്ചാൽ ഫലാ തുതിഉഹുമ, ആ സമയത്ത് നിങ്ങൾ അവരനുസരിക്കാൻ പാടില്ല. ലാ തആത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂക്കിനെയും അനുസരിക്കാൻ പാടില്ല. അത് മാതാപിതാക്കളും പെട്ടു, ആരെയും അനുസരിക്കാൻ പാടില്ല. പക്ഷേ എന്ത് ചെയ്യണം? വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ നന്മയിൽ തന്നെ അവരോട് വർത്തിക്കണം. എന്നോട് ഷിർക്കിയാൻ പറഞ്ഞു ഞാൻ തിരിഞ്ഞു നോക്കൂല, ഒരു ഭക്ഷണം മേടിച്ചു കൊടുക്കൂല, ഞാൻ വീട്ടിൽ ഞാൻ പോവില്ല എന്ന രൂപത്തിലല്ല. വസാഹിബുഹുമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഷിർക്ക് ചെയ്യാൻ അവർ നിന്നോട് കൽപ്പിച്ചാലും നിങ്ങൾ അവരോട്, അള്ളാഹുവിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിൽമ നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ. അള്ളാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു കാര്യം ഒരാൾ കൽപ്പിച്ചാൽ അവർ നീ പരിഗണിച്ചേൽക്കണ്ട എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളെയൊക്കെ ഏതെങ്കിലും മക്കൾ തിരിഞ്ഞു നോക്കുമോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കാരുണ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത് നോക്കൂ. അള്ളാഹു അവരോട് നിങ്ങൾ മോശമായി പെരുമാറരുത് എന്നാണ് പറയുന്നത്. അവർക്ക് വീണ്ടും അവസരം ഉണ്ടാകുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണല്ലോ ഏറ്റവും മനോഹരമായി പെരുമാറുന്നത്. അതുകൊണ്ട് ആ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക.